ഹലോ, നമുക്കിന്ന് നല്ല സിമ്പിളായിട്ട് വൺ പോട്ട് ദാൽ ഖിച്ചടീൻ്റെ റെസിപ്പി കണ്ടാലോ. സോ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ അരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ബാസ്മതി റൈസ് എടുക്കാം. ഇത് ഞാൻ 2/3 കപ്പ് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ ഞാനിവിടെ ദാലും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മൂങ് ദാൽ എടുത്തേക്കുന്നത്. രണ്ടിനെ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു 30 to 40 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വെക്കുക. ഇനി 2 തക്കാളിയും ഒരു വലിയ ഉള്ളിയും കുറച്ച് ഗാർലിക്കും പിന്നെ 2 പച്ചമുളകും കൂടെ നല്ലോണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് വെജിറ്റബിൾ പാർട്ടിൽ നമ്മളിടുന്നത്. ഇനി ഒരു കുക്കറിൽ ലേശം എണ്ണ ഒഴിക്കുക. ജീരകം പൊട്ടിച്ച് നമ്മൾ ചോപ്പ് ചെയ്ത് ഓണിയൻ, ടൊമാറ്റോ ആൻഡ് ഗ്രീൻ ചില്ലി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ ഞാനിവിടെ കുറച്ച് ഫ്രോസൺ മട്ടറും കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രഷ് മട്ടറും ഇടാം. നമ്മളുടെ വെജിറ്റബിളൊക്കെ നല്ലോണം വെന്ത് വരുമ്പോൾ നമ്മൾ ഇന്നത്തോട്ടേക്ക് മസാല ഇടണം. നമ്മൾ ബേസിക് മസാല ഇട്ടാൽ മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കൊറിയാണ്ടർ പൗഡർ, ചിക്കൻ മസാല ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച് അരിയും പരിപ്പിൻ്റെ ആ മിക്സ്ചർ അതിനകത്തോട്ടേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഇട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. പിന്നെ ഇതിനെ ഒരു 3 to 4 വിസിൽസ് ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് വേവിക്കുക. ഇനി നമ്മൾ സംഭവം ഇവിടെ റെഡിയായി. ഇനി ഒരു ഫൈനൽ സ്റ്റെപ്പിന് വേണ്ടി നമുക്കിവിടെ ഒരു പണിയും കൂടെ ഉണ്ട്. ലേശം ഒരു കടുക് വറുക്കുന്ന പാത്രത്തിൽ കുറച്ച് ഗീ എടുക്കുക. അതിനകത്തോട്ടേക്ക് കുറച്ച് കായപ്പൊടിയും പിന്നെ നമ്മളുടെ വറ്റൽമുളകും കുറച്ച് ഗാർലിക്ക് ചതച്ച് നല്ല കുനുകുനാന്ന് അരിഞ്ഞ ഗാർലിക്കും കൂടെ ഇട്ടിട്ട് അതും കൂടെ അത് മിക്സ്ചറിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ ഖിച്ചടീൻ്റെ മേളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ഗീൻ്റെയും ആ ഗാർലിക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. ട്രസ്റ്റ് മീ, ഇത് നല്ല കംഫർട്ടിംഗ് ആണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങും മുട്ടയും ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം സോ ടു ഗിവ് ഇറ്റ് എ ട്രൈ. നല്ല അടിപൊളി ടേസ്റ്റാണ്. സോ ബൈ ബൈ.